ശ്രീ കെ പി ബാബിയാൻ, ഇങ്ങനെ ഒരു തിരിച്ചടി ഇന്ത്യയെ സംബന്ധിച്ച് അത്യാവശ്യമായിരുന്നു. ഓരോ സൈനികന്റെയും മനോവീര്യം നിലനിർത്തുന്നതിന് ഓരോ പൗരനും പോലും ആ ഒരു തിരിച്ചടി അത്യാവശ്യമായിരുന്നു. അവർ എല്ലാവരും അത് പ്രതീക്ഷിക്കുകയായിരുന്നു. അത് കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ നടത്തി തിരിച്ചെത്താൻ നമ്മുടെ സൈന്യത്തിനായിരിക്കുന്നു എന്ന് തന്നെയാണോ താങ്കളും കരുതുന്നത്? തിരിച്ചടി ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. തിരിച്ചടി നമ്മൾ ശരിയായിട്ട് ചെയ്യുകയും ചെയ്തു. അത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു ഫീറ്റാണ്. അതായത് 18-19 മിനിറ്റ് ഹോസ്റ്റൈൽ എയർ സ്പേസിൽ ഉണ്ടാവുക, എന്നിട്ട് അവിടുന്ന് തിരികെ വരിക ഈ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പൊ അതൊരു വലിയൊരു ഫീറ്റാണത്. പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മൾ വേറൊന്ന് ആലോചിക്കാനുള്ളത്, പാകിസ്ഥാന് നമ്മളൊരു മറുപടി കൊടുത്തു, തിരിച്ചടി കൊടുത്തു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്, പാകിസ്ഥാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നുള്ളത്. അതൊന്ന്, പാകിസ്ഥാൻ ഒരു പക്ഷേ ഒരു സ്ട്രൈക്കിന് അറ്റംപ്റ്റ് ചെയ്തേക്കാം. പക്ഷേ അത് വിജയപ്രദമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ എയർഫോഴ്സൊക്കെ വളരെ അലേർട്ട് ആണിപ്പോൾ. രണ്ടാമത് അവര് LOC സീസ് ഫയർ ലൈനിൽ കുറച്ചും കൂടി ടെൻഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചേക്കും. അത് മിക്കവാറും അവർ ചെയ്തേക്കും. മൂന്നാമത് അങ്ങനെയൊരു ടെൻഷൻ ഉണ്ടാക്കി വേറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു യുദ്ധം തുടങ്ങാനുള്ള സംരംഭം അവർ ചെയ്തേക്കും. പക്ഷെ അവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് വലിയ ലൈക്ലിഹുഡ് ഇല്ല. പക്ഷെ നാലാമത്, അതായത് ഇനിയും ഒരു പുൽവാമ തരത്തിലുള്ള ആക്രമണം ജമ്മു ആൻഡ് കാശ്മീരിൽ നടത്താൻ അവർ ശ്രമിച്ചേക്കും. അതിന് എൻ്റെ ഊഹത്തിൽ അവർക്ക് അതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ജാഗ്രതയിൽ ഇരിക്കണം. തീർച്ചയായും ഈ ആക്രമണത്തിന് ശേഷം പോലും ഡ്രോൺ ഉൾപ്പെടെ തകർക്കപ്പെടുന്ന സാഹചര്യം, അതിർത്തി ഇപ്പോഴും സംഘർഷഭരിതമാണ്. അത്തരം വാർത്തകൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ അന്താരാഷ്ട്ര തലത്തിൽ പോലും വളരെ ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. അവരുടെ സാമ്പത്തിക നില ഉൾപ്പെടെ വളരെ പരിങ്ങലിലാണ്. രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ ഉൾപ്പെടെ അങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. അതിർത്തി കടന്ന് ഉള്ള ഒരു ആക്രമണം സിംല കരാറിന് ശേഷം ആദ്യമാണെങ്കിൽ പോലും വലിയൊരു തിരിച്ചടി പാകിസ്ഥാന് ഈ അവസരത്തിൽ സാധ്യമാകുമോ? മിക്കവാറും സാധ്യമാവില്ല. അതേ സമയത്ത് തന്നെ പാകിസ്ഥാൻ ലോകരാഷ്ട്രങ്ങളോട് പറയാൻ പോകുന്നത് മിക്കവാറും ഇതായിരിക്കും: ഈ പുൽവാമയിൽ ഞങ്ങൾ ഒന്നും ചെയ്തില്ല, ഒരു ഇന്ത്യക്കാരനാണ് ചെയ്തത്, ഞങ്ങൾ RDX ഒന്നും അയച്ചില്ല, അത് ഇന്ത്യയിൽ തന്നെയുള്ള RDX എങ്ങനെയോ കിട്ടിയതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജെയ്ഷെ മുഹമ്മദ് അത് പരസ്യമായിട്ട് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് ആരും അങ്ങോട്ട് പോയിട്ടില്ല, പാകിസ്ഥാനിൽ നിന്ന് ആരും സാധനങ്ങളൊന്നും അയച്ചിട്ടില്ല. ഇൻസ്പിറേഷൻ കൊടുത്തെന്ന് പറയാം, അത് വേറെ കാര്യം. അതുകൊണ്ട് മനസ്സിലാക്കാനുള്ളത്, ഇന്ത്യക്ക് കാശ്മീരിൽ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അവരുടെ യുവാക്കന്മാര് ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ളവരുടെ ആഹ്വാനങ്ങൾ ശ്രവിക്കുന്നുണ്ട്. അത് ഇന്ത്യയുടെ കാര്യമാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക. അങ്ങനെയുള്ള ഒരു പ്രൊപ്പഗാൻഡ അവര് പുറത്തു വിട്ടു കാണും. അത് മുഴുവൻ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ പ്രൊപ്പഗാൻഡയ്ക്ക് ഒരു തരത്തിലുള്ള പ്രാഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും മാത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള തരത്തിലുള്ള ഒരു ചാവേർ ആക്രമണമാണ് ഇന്ത്യയിൽ നടന്നത്. 40 സൈനികരുടെ ജീവനെടുത്ത വലിയ ആക്രമണം. ചൈന ആദ്യം പാകിസ്ഥാനെ വലിയ രീതിയിൽ പിന്തുണച്ചിരുന്ന, അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ പാകിസ്ഥാന് ഒരു ബലമായിരുന്ന ചൈന പോലും ഐക്യരാഷ്ട്രസഭയിൽ അവരുടെ നിലപാട് മാറ്റിപ്പറയേണ്ട സാഹചര്യത്തിലേക്ക് വരെ എത്തി. അത് അത്രമാത്രം വലുതായിരുന്നു ആ ആക്രമണം എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇനി എന്തൊക്കെ കള്ളക്കഥകൾ പറഞ്ഞാലും പരത്തിയാലും പാകിസ്ഥാന് പിടിച്ചു നിൽക്കാനാകുമോ, ന്യായീകരിക്കാനാകുമോ? പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു വാസ്തവമാണ്. ആ ഒറ്റപ്പെടൽ കുറഞ്ഞ നാളും കൂടി നീണ്ടു നിൽക്കും. പക്ഷേ അതേസമയത്ത് തന്നെ പാകിസ്ഥാന് ചൈനയിൽ നിന്ന് കിട്ടുന്നുള്ള പിന്തുണ തുടർന്നുകൊണ്ടിരിക്കും. ചൈനയെ ഒരു ഓക്വേർഡ് പൊസിഷനിലാക്കി സെക്യൂരിറ്റി കൗൺസിലിൽ. അത് കാരണമാണ് ചൈന കുറച്ചു നേരം ചെറുത്തു നിന്നെങ്കിലും ആ സെക്യൂരിറ്റി കൗൺസിലിന്റെ തീരുമാനത്തിന് ഒപ്പിട്ടത്. പക്ഷേ പാകിസ്ഥാന് ചൈന കൊടുക്കുന്ന സപ്പോർട്ട് അത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് കുറയുമെന്ന് എനിക്ക് വിശ്വാസമില്ല.
വളരെ നന്ദി ശ്രീ കെ പി ഫാബിയാൻ ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്.